നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ മാറാക്കര പഞ്ചായത്തിൽ മാറാക്കര വില്ലേജിൽ കീഴ്മുറി എന്ന സ്ഥലത്തെ എടക്കുട മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അച്ചിപ്ര എന്ന് പറയുന്ന ഒരു പുരാതന ഗ്രാമമുണ്ട്. ആ അച്ചിപ്ര എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഗ്രാമക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് 2000 വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് പറയുന്നത്. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. തികച്ചും കൗതുകവും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യവുമുള്ള അതിലേറെ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചകളുമുള്ള ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവും അതുപോലെ തന്നെ വർത്തമാന കാഴ്ചകളും നമുക്ക് കാണാം. എല്ലാവർക്കും സ്വാഗതം. ടിപ്പുവിൻ്റെ കാലത്താണ് ആദ്യത്തെ അക്രമം നടന്നതെന്നുള്ളതാണ്. ഈ ഗോപുരമൊക്കെ അന്ന് ആക്രമിച്ചതാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിന് വാതിലൊക്കെ ഉണ്ടായിരുന്നു, വാതിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഈ മാപ്പിളകളക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ കടന്ന ചില പുറത്തുള്ള അതൊക്കെ വെട്ടിയതായിട്ടുണ്ട്. പക്ഷെ ഉള്ളിലുള്ള വിഗ്രഹത്തിന് കേടൊന്നും വരുത്തിയിട്ടില്ല, ഉള്ളിൽ കടക്കാൻ പറ്റിയിട്ടില്ല ശരിക്ക്. ബാക്കി ചുറ്റമ്പലവും കാര്യങ്ങളൊക്കെ പൊളിച്ച് പോയിട്ടുണ്ട് ശരിക്ക്. അന്നൊന്നും വേറെ ആരും അടുത്തൊന്നും ഹിന്ദുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഇവിടെ വന്ന് ഉണ്ടായില്ല. കളക്കാലത്തൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് ഓടി പോവുകയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ഇവിടെ തമ്പടിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിഞ്ഞിരുന്നു ശരിക്ക്. പല പ്രാവശ്യം ക്ഷേത്രം നന്നാക്കാൻ വേണ്ടി നാട്ടുകാരുടെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും വേണ്ടത്ര ഒന്നും വിജയിച്ചില്ല ശരിക്കും. ഇപ്പോൾ വീണ്ടും ഒരു പുനരുദ്ധാരണ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും. എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുന്നിലുള്ള നമസ്കാര മണ്ഡപമാണ് ഇത്. ഈ നമസ്കാര മണ്ഡപത്തിലാണ് മേൽപ്പത്തൂർ ഭട്ടതിരി വാരമിരുന്നത് എന്ന ഒരു ചരിത്രമുണ്ട്. നമസ്കാര മണ്ഡപത്തിൻ്റെ പല ഭാഗങ്ങൾ അരികുകളൊക്കെ ഹാമറിങ് നടത്തി അതിൻ്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ് എടക്കുട മഹാദേവ ക്ഷേത്രം തകർക്കുന്നത്. ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ ഗോപുരമുണ്ടായിരുന്നു. എത്ര 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു ഗോപുരമാണ്. ആ ഗോപുരം ഏതാണ്ട് 2000-ഓളം വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഊരാളൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, 12000 പറ പാട്ടം കിട്ടിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഇപ്പോൾ വെറും 1 ഏക്കർ 67 സെൻറ്റിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ചുറ്റും ആനപ്പള്ള മതിലോടുകൂടിയ ഒരു ക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ അന്തർജനങ്ങൾക്ക് പ്രവേശനമില്ല സാധാരണ ദിവസങ്ങളിൽ. അതൊരു ശാപത്തിൻ്റെ വഴിയാണ് ശരിക്കും. ഇവിടെ ഒരു ദിവ്യനായിട്ടുള്ള ഒരാൾ ഇവിടെ തൊഴാൻ വന്ന് നമസ്കാര മണ്ഡപത്തിൽ നമസ്കരിക്കുമ്പോൾ അന്തർജനങ്ങൾ തൊഴാൻ വന്ന് അവർ ഇദ്ദേഹത്തെ കളിയാക്കി എന്നാണ് പറയണത്. കളിയാക്കി ചിരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ശാപം ഉണ്ടായി, ഈ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല എന്ന്. പിന്നെ ഒരാളന്മാരൊക്കെ വന്ന് ദിവ്യൻ്റെ കാല് നമസ്കരിച്ചപ്പോൾ ഈ തിരുവാതിര ദിവസം, ധനുമാസ തിരുവാതിര ദിവസം അർദ്ധരാത്രിക്ക് പുരുഷന്മാരാരും ഈ കോമ്പൗണ്ടില്ലാതെ പിൻവാതിലിലൂടെ കടന്ന് ക്ഷേത്രത്തിന് ദർശിച്ച് പോകാൻ മാത്രമേ അന്തർജനങ്ങൾക്ക് അനുവാദമുള്ളൂ. ഇപ്പോഴും ആ ചടങ്ങ് അതേപോലെ തന്നെ നടന്നു വരുന്നുണ്ട്. പിന്നെ പ്രദോഷ പൂജ, എല്ലാ പ്രദോഷങ്ങൾക്കും തന്ത്രി പ്രദോഷ പൂജ നടക്കുന്നുണ്ട്. തിരുവാതിര ദിവസം നിറമാല നടക്കുന്നുണ്ട്. കാരണം ക്ഷേത്രത്തിൽ കുറേ കാലമായിട്ട് ആരും കടക്കാതിരുന്നപ്പോൾ സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്ന് ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ ഷീട്ട് കളിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ശരിക്കും. ഇവിടെ അടുത്തൊരു വിരുന്ന് വന്നൊരു വാര്യർ ഇത് കാണുകയും സാമൂഹ്യ വിരുദ്ധരൊക്കെ അടിച്ചു ഓടിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആൾക്കാരൊക്കെ കൂടി ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ചെറിയതായിട്ട് ഇവിടെ എല്ലാ മാസവും തിരുവാതിരയ്ക്ക് ഒരു നിറമാല അന്ന് തുടങ്ങാൻ തീരുമാനിച്ചത്. തിരുവാതിര ദിവസം ഇവിടെ അർദ്ധരാത്രിയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഊരാള കുടുംബത്തിലെ അന്തർജനങ്ങൾ വരുന്ന ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന കൗതുകകരമായ ഒരു കാഴ്ച, ഒരു ചടങ്ങ് ഇപ്പോഴും എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. ഇതിന് ഉപോത്ബലകമായ ഒരു ഐതിഹ്യം നമ്മുടെ ഊരാളൻ കൃഷ്ണമാഷ് പറയുകയുണ്ടായി. അങ്ങനെ കൊടുവേലിപ്പൂ ചൂടിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തുകൂടി ഈ അന്തർജനങ്ങൾ, ഈ 10 ഇല്ലത്തെ അന്തർജനങ്ങൾ വന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തും. ഇങ്ങനെ ഈ അന്തർജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഇവിടുത്തെ പൂജാരി പോലും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കൗതുകകരമായ ഒരു നിബന്ധന. അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ്. അതിനുശേഷം ഈ അന്തർജനങ്ങളെല്ലാം തൊഴുതിന് ശേഷം ഇതിന് തൊട്ട് പിറകിലൊരു ശിവക്ഷേത്രമുണ്ട്. അത് നമുക്ക് കാണാം, തകർന്നു കിടക്കുകയാണ്.
ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിന്നിൽ ഒരു തറയുണ്ട്, ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഈ അന്തർജനങ്ങളെല്ലാം ഇരിക്കുക. നമുക്കത് കാണാം. അവിടെ ഇരുന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കും അത്രേ. ആ ചിരി അന്ന് ഋഷീശ്വരനെ കളിയാക്കി ചിരിച്ചതിൻ്റെ ഒരു ഒരു സ്മരണയാണ് എന്നാണ് ഇവിടെയുള്ള ഊരാള കുടുംബങ്ങൾ നമ്മളോട് പറയുന്നത്. എൻ്റെ തൊട്ടുപിറകിൽ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള വലിയ ബലിക്കല്ലാണ്. ആ ബലിക്കല്ലിന് നാശമൊന്നും സംഭവിച്ചതായി കാണുന്നില്ല. പക്ഷേ ആ ബലിക്കല്ലിന് തൊട്ട് പിറകിൽ ഒരു നന്ദികേശൻ്റെ വിഗ്രഹമുണ്ട്. ആ ശില്പം കഴുത്ത് വെട്ടിയ നിലയിലാണ്. കഴുത്ത് വെട്ടിയ നിലയിൽ അനാഥമായി കിടക്കുകയാണ്. അതിൻ്റെ തൊട്ട് പിറകിലാണ് ഇവിടെയുള്ള മണ്ഡപം കിടക്കുന്നത്, ഇതിൻ്റെ ഗോപുരം കിടക്കുന്നത്. ഈ ഗോപുരമാണ് പൂർണ്ണമായും തകർത്തത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ സൈന്യം ഈ ഗോപുരം തകർത്തുകൊണ്ടാണ് അകത്ത് കയറിയത്. അകത്ത് കയറിയതിന് ശേഷമാണ് നമ്മൾ അകത്ത് ഇന്ന് കാണുന്ന ആ പരുക്കുകളോടെയുള്ള ആ ക്രൂരമായ അക്രമം ഈ ക്ഷേത്രത്തിന് വന്നിട്ടുള്ളത്. ഏതാണ്ട് 1800 കൊല്ലം മുമ്പാണ് ഈ ക്ഷേത്രം ഉദ്ധരിച്ച് നല്ല നിലയിൽ വന്നതെന്നാണ് കഴിഞ്ഞ 2 നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നും പാരമ്പര്യമായി കേട്ടറിവുള്ളത് എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ 2000 കൊല്ലത്തിൻ്റെ മേലെ പഴക്കമുണ്ടായിരിക്കാം. കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ നിർമ്മാണ രീതിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും അധികം പഴക്കമുള്ളൊരു ആകൃതിയാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണെങ്കിലും ഇത്രയും വലിയ ഗോപുരം ഒരു സാധാരണ ശിവക്ഷേത്രത്തിന് ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ തന്നെ ഈ ഗോപുരം എന്നുള്ളതിന് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഗോപുരമാണ്. പക്ഷേ ഈ കരിങ്കല്ല് എന്നുള്ളത് ഈ അടുത്തൊന്നും ഇവിടെ ഒരു കരിങ്കൽ ഖനി കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് ഈ കല്ല് കൊണ്ടുവന്നതെന്നുള്ളത് തന്നെ ആർക്കും ഒരു സംശയമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്തരം ചുമരുകളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ശത്രുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് 6 അടിയിൽ ജാസ്തി വീതിയുള്ള ചുമരുകളാണ് ചുറ്റുവട്ടമുള്ളത്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു 2000 കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് പിന്നീട് വന്നുള്ള ടിപ്പു, ഹൈദരാലി മുതലായവരുടെ ആക്രമണത്തിൻ്റെ കാലത്ത് ഇത് വളരെയധികം ശോചനീയമായി ഉള്ളിലുള്ള എല്ലാ പ്രതിമകളും ബിംബങ്ങളും ദ്വാരപാലകന്മാരെയും ഒക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഗോപുരത്തിന് തൊട്ടു ഭാഗത്തൊരു കുളമുണ്ട്. ആ കുളവും നാശോന്മുഖമായി കിടക്കുകയാണ്. നോക്കൂ, 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് പൂർണ്ണമായും സംരക്ഷിക്കേണ്ടതുണ്ട്. പഴയ രീതിയിലേക്ക് അത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രഭൂമി പൂർണ്ണമായും കാടുമൂടി കിടക്കുകയായിരുന്നു. കാടുമൂടി കിടക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഹിന്ദു സമൂഹം മുഴുവൻ പല ഭാഗങ്ങളിലേക്കും തിരുവിതാംകൂറിലേക്കും ഒക്കെ ഒളിച്ചോടി പോകുന്ന ഒരവസ്ഥയുണ്ടായി. നിർജീവമായി കിടക്കുന്ന ഒരു സമയത്താണ്, പിൽക്കാലത്താണ് 1921 മാപ്പിള കലാപം വരുന്നത്. മാറാക്കര കടാമ്പുഴ മേഖലയിൽ അതിക്രൂരമായ രീതിയിൽ മാപ്പിള ലഹളക്കാലത്ത് ഹിന്ദുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതിൻ്റെ ചരിത്രം ധാരാളമുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും 21 ഇവിടെ ക്ഷേത്രങ്ങൾക്കും ഹിന്ദു സമൂഹത്തിനും നേരെ നടന്ന ക്രൂരതയ്ക്ക് കയ്യും കണക്കുമില്ല എന്നുള്ളതാണ്. അത് വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ 1839 മുതൽ 1921 വരെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ഇവിടെ ഈ ക്ഷേത്രം മാത്രമല്ല, ഏതാണ്ട് 6ഓളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അങ്ങനെ തകർന്ന് കാട് മൂടി കിടക്കുമ്പോഴാണ് 21 കലാപം വരുന്നത്. 21 കലാപം വന്നപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഇല്ലത്തെ അന്തർജനങ്ങൾ പൂർണ്ണമായും ഈ കാട്ടിനുള്ളിലാണ് കടന്നിരുന്നത്. മരണത്തെ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ കാട്ടിൽ കഴിഞ്ഞ ഒരു ചരിത്രവും കൂടി ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട്. പിന്നെ ടിപ്പുവിൻ്റെ കാലത്തും ഹൈദരാലിയുടെ കാലത്തും 2 കാലത്ത് 1766 മുതൽ ഏതാണ്ട് 1792 വരെ ഈ ഹൈദരാലിയും പിന്നീട് ടിപ്പുവും ഇവിടെ മേൽനോട്ടം നോക്കിയുള്ള ഭരണങ്ങൾ നടന്നിരുന്നു. അവരിതിലെയാണ് പോകുന്നത്. 2-3 തവണ വന്നിരിക്കുന്നത് പൊന്നാനിയിൽ നിന്ന് ഒന്നുകിൽ പുതിയങ്ങാടി വഴി, അതല്ലെങ്കിൽ പുത്തനത്താണി വഴി. ഇങ്ങനെയാണ് അവർ കോഴിക്കോട്ടേക്ക് പോവുക. ഈ മഞ്ചേരി ആയിരുന്നു പിന്നെ അവരുടെ ആസ്ഥാനം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ അമ്പലങ്ങളും നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ കൊള്ളയടിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു പ്രാഥമികമായി അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൽ പെട്ടതാണ് ഇത്. 2 തവണ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആദ്യകാലത്തൊന്ന്
അതിന് ശേഷം പിന്നീട് ടിപ്പു വന്നതിന് ശേഷവും. അപ്പോൾ അന്നൊന്നും ഇവിടെയുള്ള ആൾക്കാർ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും അന്ന് സുരക്ഷ നോക്കി തെക്കോട്ട് പലായനം ചെയ്ത് പിന്നീട് ടിപ്പുവിൻ്റെ കാലശേഷമാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ തറവാട്ടിലുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത് ഒരു 20-25 കൊല്ലം അവർ കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ മാപ്പിളകളെ കാലത്തും ഉണ്ടായിരുന്നു. പിന്നീട് 1921 അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ അന്ന് ദൂരത്തായിരുന്നു. പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചു വന്നത്. എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് 2 ഉപക്ഷേത്രങ്ങളുള്ളത്. ഇതിന് തൊട്ട് പിറകിൽ കാണുന്നതാണ് ആ ഉപക്ഷേത്രങ്ങൾ. അത് ഒന്ന് കിഴക്കോട്ട് ദർശനമുള്ള ഒരു ശിവൻ്റെ ക്ഷേത്രമാണ്. ഈ ശിവലിംഗം എന്ന് പറയുന്നത്, ശിവക്ഷേത്രം എന്ന് പറയുന്നത് സ്വയംഭൂ ആണെന്നാണ് വിശ്വാസം. അതിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ടുള്ളത് ഒരു ചെറിയ ഒരു ഭാഗം കാണാം, ഒരു ദേവസങ്കല്പം കാണാം. അത് അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടെ 2 അയ്യപ്പന്മാരുണ്ട്. അതൊരു ചെറിയ ഒരു മതിൽക്കെട്ടിനകത്താണ് ഈ 2 ഉപക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രമാണെങ്കിൽ, ഈ ശിവക്ഷേത്രമാണെങ്കിൽ പൂർണ്ണമായും ഇതേപോലെ തന്നെ തകർക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ചോർന്നൊലിക്കുന്ന തരത്തിൽ അതിൻ്റെ മീതെ ഷീറ്റെല്ലാം വെച്ച്, മഴവെള്ളം കൊള്ളാതിരിക്കാൻ വേണ്ടി ഷീറ്റെല്ലാം വെച്ചിട്ടാണ് കിടക്കുന്നത്. അതും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഇതിൻ്റെ തൊട്ട് വലതുഭാഗത്ത് കാണുന്ന ഒരു തറയുണ്ട്. വലതുഭാഗത്ത് മാത്രമല്ല, അതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എല്ലാം ഉണ്ട്. ഇവിടെ അഗ്രശാലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു 12,000 പറ ആദായം കിട്ടിയിരുന്ന, 12,000 പറ നെല്ല് കിട്ടിയിരുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രത്തിന് ഇവിടെ ഒരു പത്തായപ്പുര ഉണ്ടായിരുന്നു. ആ പത്തായപ്പുരയും അതുപോലെ അഗ്രശാലയും എല്ലാം തകർന്ന് കിടക്കുകയാണ്. അത് ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നടന്ന ക്രൂരതയുടെ മുഖങ്ങളുടെ അവശേഷിപ്പാണ്. ഇത് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. എൻ്റെ അടുത്ത് ഈ കാണുന്നത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ആകപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒരു 3 മാസം മുമ്പേ ഞങ്ങളിവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ മറ്റേരിപ്പാടോടും ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്തു പറഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടി, മരങ്ങളൊക്കെ ഈ ചുറ്റുപാടിൽ വേണ്ടാത്ത മരങ്ങൾ മുഴുവൻ വെട്ടി തെളിയിച്ച്, പിന്നെ ആ കംപ്ലീറ്റ് പൊന്തിയും കാടൊക്കെ തീയിട്ട് കത്തിച്ചു. ഒരു ആൾക്കാർക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയൊരു ഇത് വരുത്തി. അതിൻ്റെ ശേഷം പിന്നെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഈ ഇതൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുക, ചതില പിടിച്ചിട്ട് താഴത്തേക്ക് വീണ് കിടന്ന് അതിൻ്റെ പട്ടിയൊക്കെ ആ നാലമ്പലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. അതൊക്കെ ആളെ വിളിച്ചൊക്കെ ശരിയാക്കി. അതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ കംപ്ലീറ്റ് ഒരു ഭാഗത്ത് വെച്ച് ഒക്കെ ശരിയാക്കി. ഇപ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കടക്കാം, മറ്റത് ഇതിൻ്റെ ഉള്ളിലേക്ക് കാല് വയ്ക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. എടക്കുട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 1 ഏക്കർ 67 സെൻറ്റ് ഭൂമിയിലാണ്. ഈ 1 ഏക്കർ 67 സെൻറ്റ് ഭൂമിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം കനത്ത മതിൽക്കെട്ടുകൾ. എനിക്ക് തൊട്ടു പിന്നിൽ കാണാം ഒരു മതിൽ. ആ മതിലിൻ്റെ പേര് ആനപ്പള്ള മതിൽ എന്നാണ്. വളരെ അപൂർവമായി പുരാതന ക്ഷേത്രങ്ങളിൽ കാണുന്നതാണ് ആനപ്പള്ള മതിൽ. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം ആനപ്പള്ള മതിലുണ്ട്. അതെല്ലാം പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ മതിലിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ആനപ്പള്ള എന്ന് പറഞ്ഞിട്ടുള്ള മതിലാണ് ഈ ഇതിൻ്റെ. പണ്ടത്തെ കാലത്ത് വന്യമൃഗങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ മതിലാണ്. അത് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാൻ പറ്റില്ല, ഈ ക്ഷേത്രത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഈ അതേമാതിരി തന്നെ എൻട്രൻസ് സ്റ്റെപ്പായിട്ടാണ്. വേറെ വന്യമൃഗങ്ങളോ ഒന്നും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി തന്നെ. ഇതിൻ്റെ ചുറ്റോറും വയലാണ് ഒരു തുരുത്ത് മാതിരിയാണ്. ഇതിലേക്ക് വരാൻ ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്കുള്ള വഴി വേണം. പിന്നെ ആൾക്കാരെല്ലാവരുടെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എല്ലാവരും സഹായിക്കണം, എന്നാലേ ഈ അമ്പലം ഒന്ന് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക്. എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ തകർക്കപ്പെടലിൻ്റെ ക്രൂരതയുടെ കൂർത്ത മുഖങ്ങളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് നിന്ന് കാണാൻ സാധിക്കുക. ഇത് നാലമ്പലത്തിനകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എൻ്റെ തൊട്ട് വലതുഭാഗത്ത് ശ്രീകോവിലുണ്ട്. ശ്രീകോവിലിൻ്റെ തൊട്ട് ഇടതുഭാഗത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്
അതുപോലെ തന്നെ വടക്ക് ഭാഗത്തും അതുപോലെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ചുറ്റമ്പലമുണ്ട്. ഈ ചുറ്റമ്പലത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. അതിന് മീതെ നമുക്ക് ആകാശം കാണാം. കാരണം അത് മുഴുവൻ ആ കാലത്ത് അടിച്ചു തകർത്ത ഒരു ഭാഗമാണ്. അടിച്ചു തകർത്തതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ മതിൽക്കെട്ടിന് തൊട്ട് അപ്പുറത്ത് അട്ടിക്ക് വെച്ചിട്ടുമുണ്ട്. ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ആ തകർക്കപ്പെടലിൻ്റെ രൂക്ഷഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ തറ മാത്രമല്ല, ഈ ചുറ്റമ്പലത്തിൻ്റെ തറ മാത്രമല്ല, ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ നമ്മൾ പല ഭാഗത്തും പരതി കഴിഞ്ഞാൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ലുകൾ അതുപോലെ പീഠങ്ങൾ ഒക്കെ മറഞ്ഞു കിടക്കുന്നതും അലക്ഷ്യമായി വീണ് കിടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഭക്തൻ്റെയും നെഞ്ചകം തകരുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്നറിയുമ്പോൾ അറിയാതെ ലജ്ജിച്ചു പോവുകയാണ്. ഈ 10000 പാട്ടം പഠിച്ചിരുന്ന ക്ഷേത്രമാണിത്. പക്ഷേ പാട്ടം മുഴുവൻ നിന്നോടുകൂടിയിട്ട് ഊരാളന്മാരൊക്കെ പതുക്കെ പിൻവാങ്ങുകയും ക്ഷേത്രം നാശത്തിലേക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നെ ക്ഷേത്രത്തിൽ ആരും വരാതെ, തൊട്ടടുത്തൊന്നും ഹിന്ദു ക്ഷേത്രമല്ലേ, ഇവിടെ ഒരു മാരാർ കുടുംബവും 2 വാര്യർ കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ചുറ്റും പാടാണ്. അപ്പോൾ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വേണം ആരെങ്കിലും ഇവിടെ വരണമെങ്കിൽ. ശരിക്കും കോട്ടയ്ക്ക് നിന്ന് വന്ന ആൾക്കാരായിരുന്നു ഇവിടെ ശാന്തി ഉണ്ടായിരുന്നത്. പക്ഷേ ക്ഷേത്രം ആകെ കാട് പിടിച്ച് കിടന്നുകൊണ്ട് ആരും വരാത്തതുകൊണ്ട് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വിശാലമായ മണ്ഡപമാണുള്ളത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാര ഇരുന്ന മണ്ഡപമാണ് ശരിക്കും. അദ്ദേഹത്തിന് വാരത്തിൽ ചെറിയൊരു പിഴവ് വന്നപ്പോൾ ഊരാളന്മാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹത്തിന് പരാഭവം ഉണ്ടായി അദ്ദേഹം ക്ഷേത്രക്കുളത്ത് പോയി കുളിച്ച് അനന്തനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് പറയണത്. കാരണം അദ്ദേഹം ഈ മണ്ഡപത്തിൽ ഇരുന്ന വാരം മുഴുവനാക്കി എന്നുള്ളതും അനന്തൻ്റെ ഒരു പ്രസാദം കൊണ്ട് അദ്ദേഹത്തിന് വാരം മുഴുവനാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചരിത്രം പറയുന്നു. ശരി, ഇവിടുത്തെ ശാന്തിക്കാരൻ കാലത്ത് നേരത്തെ വന്ന് ശാന്തി കഴിച്ച് പോവും. അത് പിന്നെ അദ്ദേഹത്തിന് വേറെ ഇവിടുന്ന് ശമ്പളം ഇല്ലാത്തതുകൊണ്ട് വേറെ ഉപജീവനം നോക്കണ്ടേ, വേറെ ക്ഷേത്രത്തിൽ പോയിട്ട് ശാന്തി കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഉപജീവനം കഴിയുന്നത് തന്നെ. അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ നിത്യപൂജ തുടങ്ങാനുള്ളൊരു ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് ഇത് നിത്യപൂജ തുടങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് കമ്മിറ്റിക്കാരും ഊരായ്മ കുടുംബക്കാരും. അതിൽ നാട്ടുകാരുടെ നല്ലൊരു സഹകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അമ്പലത്തിൻ്റെ കണിപ്പേരുമ്പൊരി വന്ന് ഇതിൻ്റെ കണക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചിപ്ര ഗ്രാമത്തിൻ്റെ അതിർത്തി നമുക്ക് കൃത്യമായി അറിയില്ല. പണ്ട് ചരിത്രമൊന്നും രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തത് കൊണ്ട് ഏതാണ് അതിർത്തികളെന്നുള്ളതോ അതിനുള്ള ചെമ്പേടുകളോ അങ്ങനത്തെ ശാസനങ്ങളോ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഊഹിക്കപ്പെടുന്നത് ഇതിൻ്റെ കിഴക്ക് പാങ്ങ് തുഴാനൂർ ഏരിയ വരെയാണ് അതിൻ്റെ അതിർത്തി. തെക്ക് ഭാഗത്ത് ആദവനാട്, പടിഞ്ഞാറ് ആലത്തൂർ ഗ്രാമം, വടക്ക് ഏറനാട് ഗ്രാമം, അതിൻ്റെ ഇടയിൽ വരുന്ന ഈ അച്ചിപ്രയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാഥനായിട്ട് നിൽക്കുന്ന മഹാദേവനുള്ളത്. എടക്കുട മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടെ ഈ തകർക്കപ്പെടലിൻ്റെ അവശേഷിപ്പുകൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ്. ഈ ശ്രീകോവിലിൻ്റെ പല ഭാഗങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ സോപാനമാണ് നമുക്ക് കാണുന്നത്. 2 ഭാഗവും സോപാനം അടിച്ചുടച്ച നിലയിലാണ്. അതിന് തൊട്ടപ്പുറത്താണ് ദ്വാരപാലകരുടെ ശില്പം. 2 ദ്വാരപാലകരുടെ ശില്പവും ഒരു ശില്പത്തിൻ്റെ കയ്യും തകർത്തിരിക്കുന്നു, ഒരു ശില്പത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം പൂർണ്ണമായും അടിച്ചുടച്ചിരിക്കുന്നു. തൊട്ടുപിറകിലുള്ള മറ്റൊരു ശില്പത്തിൻ്റെ കാലിൻ്റെ ഭാഗം അടിച്ചുടച്ചിരിക്കുന്നു, ഒരു കയ്യും അടിച്ചുടച്ചിരിക്കുക. നേരെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കില്ല. എങ്കിലും അകത്തെ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ തകർന്നു കിടക്കുകയാണ് എപ്പോഴും. നോക്കൊരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥയാണിത്.
എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഉള്ള കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു തകർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇതിൻ്റെ സങ്കല്പം, പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്നത് ഇത് ത്രിപുരാന്തകനാണ്. ഇവിടെ പ്രതിഷ്ഠയൊന്നുമില്ല, നമുക്ക് കാണാം ഇതിനകത്ത് ഒരു പഴയ പീഠം മാത്രമാണ്. തകർന്ന് കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉപപ്രതിഷ്ഠയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ഊരാള കുടുംബത്തിൽപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് പഴയ കാലത്ത് ഇവിടെ ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും ഒക്കെ പടയോട്ടക്കാലത്തും മാപ്പിള കലാപകാലത്തും നിരവധി ഹിന്ദു കുടുംബങ്ങൾ, ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ നിന്നും പലായനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലായനം ചെയ്ത ഏതോ ഒരു ഇല്ലത്തെ അവർ പൂജിച്ചുപാസിച്ചിരുന്ന ഒരു തേവാരമൂർത്തിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അവർ പോയി എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ പറയുന്നതും. ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ അമ്പലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഈ എടക്കുട അമ്പലത്തിൽ വന്നിട്ട് ഒരു പ്രാവശ്യം കാണണം. എന്നിട്ട് നിങ്ങളെ മനസ്സ് എങ്ങനെ ആവുന്ന അപ്പം അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരിക, എല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ തൊട്ട് പിറകിലുള്ളത് എന്ന് പറയുന്നത് ഒരു വിശാലമായ കൃഷിയിടമാണ്. അപ്പോൾ വയലും ഒക്കെ ഉള്ള സമൃദ്ധമായ ഒരു ദേവസ്വമായിരുന്നു, ഒരു ദേവനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഭൂപരിഷ്കരണമൊക്കെ വന്നപ്പോൾ ദേവൻ്റെ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ 1 ഏക്കർ 67 സെൻറ്റ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഈ ദേവനാണെങ്കിൽ രൗദ്രഭാവമുള്ള ശിവനാണ്. ആ രൗദ്രഭാവം കുറയ്ക്കുന്നതിനാണ് എന്ന സങ്കല്പമാണ് എൻ്റെ തൊട്ടു പിറകിലുള്ള ഈ തീർത്ഥക്കുളം കിടക്കുന്നത്. ഇങ്ങനെ രൗദ്രഭാവത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കുളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രശില്പിയുടെ കരവിരുതിൻ്റെ കൗതുകം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ചുറ്റും നടന്നു നോക്കിയാൽ കാണാവുന്നതാണ്. നോക്ക്, എനിക്ക് തൊട്ടു പിറകിൽ നിരവധി കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ശില്പങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ 1-2 ഭാഗത്ത് ഒക്കത്തെ ഗണപതിയാണ് ഇവിടെയുള്ളത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയോട് ചേർന്നാണ് അതിൻ്റെ പൂജ നടത്തുന്നത്. അതുപോലെ തന്നെ പാർവതിക്ക് പൂജ നടത്തുന്നതും ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയോട് ചേർന്നാണ്. കണ്ണ് നനയുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് ചുമരിനോട് ചാരി, ഭിത്തിയോട് ചാരി ഒക്കത്ത് ഗണപതിയുടെ ഒരു സങ്കല്പമുണ്ട്. അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ തൊട്ട് പിറകിൽ ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തോട് ചേർന്ന ആ വിഗ്രഹത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ഒരു വിഗ്രഹത്തിൻ്റെ തല നമുക്ക് കാണാം. ഏതൊരു ഭക്തൻ്റെ കണ്ണാണ് നനയാതിരിക്കുക. ഇത് ആ കാലത്ത് നടന്ന കൊടിയ അക്രമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അത് ഏതോ ഒരു വിഗ്രഹത്തിൻ്റെ തലയാണ്. അത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ വിഗ്രഹത്തിൻ്റെ തലയുടെ ശേഷമുള്ള പാദം വരെയുള്ള ഭാഗം എവിടെ കിടക്കുന്നു എന്നറിയില്ല. ഏതായാലും ഇതിന് ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഗണപതി വിഗ്രഹത്തിൻ്റെ സമീപത്ത് തന്നെ വെച്ച് അത് ഇവിടെ നിത്യപൂജയോട് കൂടിയിട്ട് ആരാധിച്ചു വരുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തുരവ് പടുത്ത് അത് ഒരു ഉത്തരത്തിൻ്റെ മുകളിൽ, കരിങ്കല്ലിൻ്റെ ഉത്തരത്തിൻ്റെ മുകളിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്ത് ക്ഷേത്രത്തിൽ കടക്കുന്ന വഴിക്കുള്ള. അപ്പോൾ ആ കരിങ്കല്ല് പൊട്ടിക്കിടക്കുകയാണ്. തൽക്കാലം ഒരു ടെമ്പററി സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. രണ്ടാമത് തിടപ്പള്ളി ആകെ മേൽക്കൂര ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ മേശാന്തിക്ക് എന്തെങ്കിലും ഈ നേദ്യം വെക്കാനോ അതിനൊന്നും സൗകര്യമില്ല. പാത്രം മോറാനും അപ്പുറത്ത് കഴകാർ പാത്രം മോറാനോ ഒന്നും സൗകര്യമില്ല. അപ്പം അതിൻ്റെ മേൽക്കൂരയെ ഒന്ന് ശരിയാക്കണം. അതാണ് വളരെ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത് സപ്തമാതൃക്കളുടെ ശില്പമാണ്. സപ്തമാതൃക്കളുടെ ശില്പം തന്നെ ചില ഭാഗത്ത് തകർന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഗോപുരം തന്നെ ആദ്യം പറഞ്ഞ മാതിരി ഗോപുരത്തിൻ്റെ കല്ലുകളെല്ലാം 1/4 ടണ്ണിലധികം തൂക്കം വരുന്ന വലിയ വലിയ കല്ലുകളാണ്. ഇതൊക്കെ കൊത്തിയെടുത്തിട്ട് ഇവിടെ തന്നെ അന്ന് ചെയ്തിട്ടുള്ളതൊരു അപൂർവതയാണ്. ഈ ബലിക്കല്ലിൻ്റെ വലുപ്പവും അതിൻ്റെ ആകാരവും അതിൻ്റെ ഒരു ബൃഹത്തായിട്ടുള്ള ഈ ഒരു സൃഷ്ടി തന്നെ ഇതിൻ്റെ ഒരു പഴക്കത്തെയും ഇതിൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്താണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ശ്രീകോവിലിനകത്ത് നിന്നും ഒഴുകി വരുന്ന ഓവ് ഇവിടെ നമുക്ക് കാണാം. ഈ ഓവ് ആ കാലത്ത് അടിച്ചുടച്ച് അതിൻ്റെ ഒരു കഷ്ണം തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ വെട്ടേറ്റ ആ ഓവിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാം. ദേവസ്വം ബോർഡിനോ ബാക്കിയുള്ള ഇന്നത്തെ കമ്മിറ്റികൾക്കോ ഇതുവരെ വേണ്ട മാതിരിയുള്ള മുഴുവൻ ഇപ്പോൾ ഈ വാതിൽമാടം, അതേമാതിരി ചുറ്റമ്പലം, ഇതിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ, കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ കീഴമ്പലമായിട്ട്, അതും എല്ലാം വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ്. ഒരാളെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ കൂടി ഇത് നവീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അനവധി ചെലവ് വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ അമ്പലത്തിനുള്ളത്. വളരെയധികം ശോചനീയാവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. കാരണം നിത്യപൂജ പോലും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അതിന് വരുമാനം ഈ അമ്പലത്തിലില്ല. ആകെ നടക്കുന്ന ഒരു പ്രദോഷ പൂജയും അങ്ങനെ 1-2 വഴിപാടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ക്ഷേത്രം നടന്നു പോകാൻ, കാരണം ജീവനക്കാരന് ശാന്തിക്കാരുണ്ട്, അതുപോലെ കഴകം, മാരാർ, ഇവർക്കൊക്കെ ശമ്പളം നൽകാൻ തന്നെ വൻ തുക വേണം. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നത് തന്നെ വളരെ 3-4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് ശമ്പളം കിട്ടുന്നത്. മലപ്പുറം ജില്ലയിൽ മാറാക്കര വില്ലേജിലുള്ള എടക്കുട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. ഇതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തകർക്കപ്പെട്ട് കാടുമൂടി കിടക്കുന്നതും ഇതേ രീതിയിൽ വേദനിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ കയറി ചെല്ലുന്നുണ്ട്. അടുത്ത പുതിയൊരു ക്ഷേത്രത്തിൻ്റെ, മറ്റൊരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം.